സിനിമയിലെ ഏറ്റവും വലിപ്പമുള്ള ക്യാൻവാസിൽ നിർമ്മിക്കപ്പെടുന്ന ചിത്രം. മലയാളത്തിലെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളിലൊന്നിന്റെ രണ്ടാം ഭാഗം. പ്രീ ബുക്കിംഗ് സെയിലിൽ തന്നെ റെക്കോർഡിട്ട ചിത്രം. മലയാളത്തിലെ ഏറ്റവും ഹൈപ്പേറിയ പാൻ ഇന്ത്യൻ റിലീസ്. അതിനു അപ്പുറത്തേക്ക് മലയാള സിനിമയുടെ ഏറ്റവും മൂല്യമുള്ള എൽ ബ്രാൻഡിനെ ഇരട്ട ഭാഗങ്ങളിൽ അവതരിപ്പിച്ച പിതാവിന്റെയും പുത്രന്റെയും ഇടയിൽ വിരിഞ്ഞ ഇരുട്ടിന്റെ പൂവ് എമ്പുരാൻ. ദി മോസ്റ്റ് സ്റ്റൈലിഷ്ഡ് വേർഷൻ ഓഫ് മോഹൻലാൽ, ദ മോസ്റ്റ് അവൈറ്റഡ് മൊമെന്റ് ഫോർ ഫാൻസ് എന്നതിനപ്പുറത്തേക്ക് ബലമില്ലാത്ത കഥയിൽ താങ്ങുറപ്പിക്കാനാവാതെ അടിപതറുന്ന വൻമരമാകുന്നുണ്ട് എവിടെയൊക്കെയോ ചിത്രം. ആരാധകർക്ക് കൊതിയോടെ കണ്ടിരിക്കാൻ തിയേറ്ററിൽ ഓളമുണ്ടാക്കാൻ വേണ്ട സ്റ്റൈലിഷ് അപ്പിയറൻസിലാണ് മോഹൻലാൽ എത്തിയത്. അത് തന്നെയാണ് ചിത്രം തുടക്കം മുതൽ തന്നെ പ്രോമിസ് ചെയ്തിരുന്നതും. സ്റ്റീഫന് മേൽ ഖുറേഷി അബ്രഹാമിന്റെ മേൽക്കൊയ്മ, അതിന്റെ ഗ്രാൻഡ്യോസിറ്റി പ്രതിഫലിപ്പിക്കും വിധത്തിൽ സ്വപ്നതുല്യമായ ഫ്രെയിമുകൾ കൂടെ പൃഥ്വിരാജ് എന്ന മേക്കർ ഒരുക്കിയിട്ടുണ്ട്. അതിലേക്ക് പ്ലേസ്ഡ് ആകുന്ന മോഹൻലാൽ എന്ന നടൻ അടുത്ത കാലത്ത് തിയേറ്ററുകളിൽ ആസ്വദിക്കാൻ സാധിച്ചതിലെ മാസ് കൊമേഴ്ഷ്യൽ ഭാവമാണ്. മാർക്കറ്റിൽ കഥ എങ്ങനെ എടുത്തു വെക്കണമെന്ന് പൃഥ്വി കാണിച്ചു തരുന്നു. പക്ഷേ ചിത്രത്തിലെ പ്രധാന വില്ലനായ തിരക്കഥ അതിന്റെ സൗന്ദര്യം കെടുത്തി. പല ദേശങ്ങൾ ചുറ്റിക്കറങ്ങി വന്നപ്പോഴേക്കും കഥയുടെ ഒഴുക്ക് തെറ്റി പല വഴി തിരിഞ്ഞു. ആദ്യ ഭാഗം സമയമെടുത്താണ് എസ്റ്റാബ്ലിഷ് ചെയ്തു വരുന്നത് എന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ലോ പേസ്ഡ് ആണ്. അപ്പോഴും രണ്ട് വെൽ കൊറിയോഗ്രാഫ്ഡ് ഫൈറ്റുകൾ സിനിമയുടെ എനർജി അപ്ലിഫ്റ്റ് ചെയ്യുന്നുണ്ട്. എമ്പുരാന്റെ പീക്ക് തിയേറ്ററിക്കൽ മൊമെന്റും അവിടെയാണ്. ആക്ഷൻ രംഗങ്ങളിലടക്കം മോഹൻലാൽ എന്ന നടന്റെ പൊട്ടൻഷ്യലുകളെ പരമാവധി ക്യാപിറ്റലൈസ് ചെയ്യാൻ സംവിധായകൻ ശ്രമിച്ചിട്ടുണ്ട്. മട്ടിലും ഭാവത്തിലും പ്രേക്ഷകർ കാത്തിരുന്ന ഒരു മോഹൻലാൽ. പക്ഷേ ഡയലോഗ് ഡെലിവറിയിൽ അയാൾ പ്രേക്ഷകർക്ക് സമ്മാനിക്കുന്ന ഒരു വല്ലാത്ത വൈകാരികതയുണ്ട്. ലൂസിഫറിലേതുപോലെ അങ്ങനെയൊന്നും സമ്മാനിക്കാൻ മുരളി ഗോപിയുടെ തൂലികയ്ക്ക് ഇത്തവണ സാധിച്ചിട്ടില്ല. ഘനഗാംഭീര്യമുള്ള ഓർത്തുവെക്കാൻ പാകത്തിനുള്ള ഡയലോഗുകളാണ് ലൂസിഫറിൽ ഓരോ സീനുകൾക്കും മാസ് അപ്പീൽ നൽകിയതെങ്കിൽ എമ്പുരാന് നിലതെറ്റുന്നതും അതേ കളത്തിലാണ്. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, ഒരേ ഒരു രാജാവ് തുടങ്ങി ക്ലാസിക് മോഹൻലാൽ റെഫറൻസ് ഉള്ള ആറ്റിക്കുറുക്കിയ ഡയലോഗുകൾ ആദ്യ ഭാഗത്തിൽ രോമാഞ്ചം ഉണ്ടാക്കിയെങ്കിൽ വേദവാക്യങ്ങൾക്കപ്പുറത്തേക്ക് ആരാധകരിൽ വൈകാരികത സൃഷ്ടിക്കുന്ന ഒന്നും എമ്പുരാനിൽ ഉണ്ടായില്ല. ഒതുക്കത്തിൽ ഒരിക്കൽ ലൂസിഫറും സ്ലോ പേസിൽ ബിൽഡ് ചെയ്തെടുത്ത ചിത്രമായിരുന്നെങ്കിലും ലീനിയറായി തുടരെ ആരാധകരെ സീറ്റിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തി കൈയടിപ്പിച്ച സീനുകൾ എൻഗേജിംഗ് ആയിരുന്നു. അതും എമ്പുരാൻ ലാക്ക് ചെയ്തു. സർക്കാസ്റ്റിക് മോഡിൽ കേരള രാഷ്ട്രീയത്തെ അവതരിപ്പിച്ച നിരവധി റെഫറൻസുകൾ നൽകിയ ഒന്നാം ഭാഗത്തിൽ നിന്നും രണ്ടാം ഭാഗത്തിലേക്ക് എത്തിയപ്പോൾ ഡിപ്ലോമസിയുടെ മറവിൽ ഒളിച്ചു എഴുത്തുകാരനായ മുരളി ഗോപി. വലത്തോട്ടൊരു തട്ട്, പിന്നെ ഇടത്തോട്ടൊരു തട്ട്, വർമ്മ സാറിന്റെ അതേ സ്റ്റൈൽ. അപ്പോഴും വർഗീയതയുടെ സംഘപരിവാർ ശക്തികളെ വില്ലനായി തന്നെയാണ് പറഞ്ഞു വെച്ചത്. ചരിത്രത്തിൽ മാപ്പർഹിക്കാത്ത തെറ്റുകളെ അവിടെ പ്രതിസ്ഥാനത്ത് തന്നെ നിർത്തുന്നുണ്ട്. പല സിംബലുകളെയും ഓർമ്മപ്പെടുത്താനുള്ള ഗട്ട്സ് കൂടിയാണത്. അതേസമയം സമകാലിക രാഷ്ട്രീയ ഭൂപടത്തിൽ പ്രത്യേകിച്ചും കേരളത്തിന്റെ ബാക്ക്ഡ്രോപ്പിൽ എങ്ങനെ സേഫായി അതിനെ വിറ്റഴിക്കാമോ അങ്ങനെയുള്ള പ്രായോഗികതയിലേക്ക് കൂടി ഇവിടെ മുരളി ഗോപി മാറുന്നു. അതിന് കാരണം മുരളി ഗോപിയിൽ എഴുത്തുകാരൻ തേടുന്ന സ്വാതന്ത്ര്യമാണോ അതോ സിനിമയുടെ ബജറ്റിന്റെ വലിപ്പമാണോ എന്നത് വരും കാലമാകും വ്യക്തമാക്കുക. പ്രത്യേകിച്ചും മുരളി ഗോപിയുടെ മുൻകാല സിനിമകൾ സംഘപരിവാറിനെ അടയാളപ്പെടുത്തുന്ന രീതിയിൽ ആവിഷ്കരിച്ചു എന്ന വ്യാപക വിമർശനങ്ങൾ ഉണ്ടായിരുന്നുവെന്നതും നമ്മൾ ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ്. കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഗഹനമായി പഠിച്ചിട്ടേ പൊളിറ്റിക്കൽ ഡ്രാമകൾ എഴുതാവൂ എന്ന് പറയില്ല. ഫിക്ഷൻ അതിനുള്ള സ്വാതന്ത്ര്യം നൽകുന്നുണ്ടല്ലോ. പക്ഷേ അടിസ്ഥാന കാര്യങ്ങളിലെങ്കിലും ശ്രദ്ധ വേണമായിരുന്നു എന്ന് ചിലപ്പോഴൊക്കെ എമ്പുരാനിൽ തോന്നിപ്പോകുന്നുണ്ട്. കഥയ്ക്കപ്പുറം പെർഫോമൻസിലും ടെക്നിക്കലിയും വിഷ്വലുകളിലും ചിത്രം യാതൊരു കോംപ്രമൈസിങ്ങും നടത്തിയിട്ടില്ല. ദീപക് ദേവിന്റെ പശ്ചാത്തല സംഗീതവും സുജിത് വാസുദേവിന്റെ ഛായാഗ്രഹണവും പ്രത്യേക പ്രശംസ അർഹിക്കുന്നുണ്ട്. യശ്രാജ് ഫിലിംസിന്റെ VFXും സീനുകളെ സുന്ദരമാക്കുന്നു. മോഹൻലാലോളം സ്റ്റൈലിഷ് ഇൻട്രോ പൃഥ്വിക്കും ലഭിക്കുന്നുണ്ട്. ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടിരുന്നത് ചിത്രത്തിലെ കാമിയോ വേഷങ്ങൾ ഏതൊക്കെയാകും ആരൊക്കെയാകും എന്നത് തന്നെയായിരുന്നു. കാമിയോ വേഷങ്ങളിൽ എമ്പുരാനിലും കിങ് ആന്റണി പെരുമ്പാവൂർ തന്നെ. അയാളെ കുറെ കൂടെ ഹീറോയിക് ആക്കുന്നത് എമ്പുരാൻ എന്ന സ്വപ്നം കാണാൻ പലർക്കും കരുത്ത് നൽകിയതിന്റെയും പതറിപ്പോയ നിമിഷങ്ങളിലൊക്കെയും ചിത്രത്തെ കൂടെ നിർത്തിയതിന്റെയും പേരിലായിരിക്കും. 5 ഭാഷകളിലായി നിരവധി സെറ്റുകളിൽ ആയിരക്കണക്കിന് സ്ക്രീനുകളിലേക്ക് ചിത്രം എത്തിക്കുക എന്നത് നിസ്സാരമല്ല. ഇന്നുവരെയും മലയാള സിനിമ ചെയ്യാൻ ഭയന്നതുകൂടിയാണ് എമ്പുരാൻ ചെയ്തു കാണിച്ചത്. പ്രത്യേകിച്ചും സിനിമ ഉയർത്തുന്ന സംഘവിരുദ്ധ രാഷ്ട്രീയവുമായി ഹിന്ദി ബെൽറ്റിലേക്ക് കടക്കുക എന്നതുപോലും അസംഭവ്യമായ കാലത്ത് ചിത്രം പകർന്നു നൽകുന്നത് സിനിമയ്ക്കൊപ്പം ചേർന്ന് നിൽക്കാനുള്ള ധൈര്യവും കൂടിയാണ്. മോഹൻലാൽ ചിത്രങ്ങളുടെ റിലീസ് മലയാളികൾക്ക് പ്രത്യേകിച്ചും ആരാധകർക്ക് പേഴ്സണൽ ആണ്. എമ്പുരാൻ ട്രെയിലറിന് കിട്ടിയ വരവേൽപ്പും സിനിമയുടെ ബുക്കിംഗ് റെക്കോർഡുകളും ആ വൈകാരികതയെ കൂടി അടയാളപ്പെടുത്തുന്നതാണ്. ആ ചുമലിൽ മലയാള സിനിമയുടെ മുഴുവൻ ഭാരവും ഇറക്കി വെക്കുന്നതും ഇവിടെ ഈ ഇൻഡസ്ട്രി സേഫ് ആണെന്ന വിശ്വാസം കൊണ്ടാണ്.
അതേസമയം അമിത പ്രതീക്ഷയുടെ ചൂടിൽ ചിറകുകൾക്ക് ഭാരമേറിപ്പോയ ചിത്രം കൂടിയായി എമ്പുരാൻ. അപ്പോഴും ആരാധകർക്ക് നെഞ്ചിൽ പ്രതിഷ്ഠിക്കാൻ വേണ്ട മോഹൻലാൽ മൊമെന്റുകൾ ചിത്രം കരുതുന്നുണ്ട്. സിനിമകൾ ഒന്നിനു പുറകെ പലത് വരുമെങ്കിലും ബോക്സ് ഓഫീസിന്, ആരാധകർക്ക്, മാധ്യമങ്ങൾക്ക് കൊണ്ടാടാൻ മോഹൻലാൽ ചിത്രങ്ങൾ തുടരും.